ഇന്നലെ നടന്ന ദേശീയ പുരസ്കാര ചടങ്ങിൽ മലയാളത്തിൻ്റെ യശസ്സ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മോഹൻലാൽ ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് വാങ്ങുമ്പോൾ നമ്മളെല്ലാവരും അഭിമാനപുളകിതരായിട്ടുണ്ടാകുമെന്നത് തീർച്ചയാണ് അല്ലേ? പുരസ്കാരത്തിൻ്റെ ഉത്തുംഗ ശൃംഗത്തിലേറി ഇതാ നമ്മുടെ ലാലേട്ടൻ നിന്ന് പുഞ്ചിരിക്കുന്നു. 2023 ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് സെപ്റ്റംബർ 23 ഇന്നലെ അദ്ദേഹം ഏറ്റുവാങ്ങുമ്പോൾ ഓരോ മലയാളിയുടെയും നെഞ്ചിലൂടെ എത്രയെത്ര കഥാപാത്രങ്ങളാണ് കടന്നുപോയിട്ടുണ്ടാകുക അല്ലേ? രാജ്യത്തെ പ്രഥമ സമ്പൂർണ്ണ ഫീച്ചർ സിനിമയായ രാജാ ഹരിശ്ചന്ദ്രയുടെ സംവിധായകനായ ദാദാസാഹേബ് ഫാൽക്കെയുടെ സ്മരണ നിലനിർത്താൻ 1969 തുടങ്ങിയ ഈ അവാർഡ് ഇതിനു മുമ്പ് മലയാളത്തിൽ ലഭിച്ചിട്ടുള്ളത് ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ സാറിനാണ്. ഇന്നുവരെ കണ്ട സിനിമകളിൽ എനിക്ക് ഇതുവരെ ഇന്നും ഇഷ്ടപ്പെടാത്തത് വാമനപുരം ബസ് റൂട്ട് എന്ന ചിത്രത്തിലെ അഭിനയമാണ്. ബാക്കി എല്ലാ കഥാപാത്രങ്ങളും ഒന്നിനൊന്നോട് നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്നവരായിരിക്കും മലയാളികൾ എല്ലാവരും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനയ്ക്ക് ലാലേട്ടന് ഈ അവാർഡ് ലഭിക്കുമ്പോൾ മലയാളികളായ ഓരോരുത്തരും അഭിമാനപുളകിതരാകുന്നു. തീർത്തും അർഹമായ അംഗീകാരം ആർക്കും ബോധ്യപ്പെടും അല്ലേ? പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അലൈനിൽ ഒരു സ്റ്റേജ് ഷോയിൽ വെച്ച് അദ്ദേഹത്തെ കാണാനും സംസാരിക്കാനും കഴിഞ്ഞത് ഇന്നും ഓർമ്മയിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു അനുഭവമാണ്. സിനിമ എൻ്റെ ആത്മാവിൻ്റെ സ്പന്ദനമാണെന്ന് അദ്ദേഹം പറയുമ്പോൾ അത് തീർത്തും ശരിയാണെന്ന് തന്നെ മലയാളികൾ തലകുലുക്കി സമ്മതിക്കും. മലയാളത്തിൻ്റെ നടന വിസ്മയം, മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം ഭാരതത്തിലെ ഈ പരമോന്നത ബഹുമതിക്ക് അർഹനാകുമ്പോൾ നമ്മളെല്ലാവരും അഭിമാനപുളകിതരാകുന്നു അല്ലേ? 65-ാം വയസ്സിൽ ഈ ബഹുമതി ഏറ്റുവാങ്ങുമ്പോൾ അവാർഡ് ജേതാക്കളിൽ ഏറ്റവും പ്രായം കുറഞ്ഞവനാണ് അദ്ദേഹം. നടനകലയുടെ അവിസ്മരണീയ ഭാവങ്ങൾ പകർന്നാടി ഇനിയും നമ്മളെ വിസ്മയിപ്പിക്കാൻ, നമ്മുടെ രാജ്യത്തിൻ്റെ യശസ്സ് വീണ്ടും ഉയർത്തിപ്പിടിക്കാൻ ഇനിയും അനേകം വർഷങ്ങൾ അദ്ദേഹത്തിന് കഴിയട്ടെ അഭ്രപാളികളിൽ തിളങ്ങാൻ എന്ന പ്രാർത്ഥനയോടെ സസ്നേഹം നിങ്ങളുടെ PM കോങ്ങാട്ടിൽ.